ചില പെണ്ണുങ്ങളുണ്ട് അടുത്ത ലെവലിലോട്ട് ഒരു സപ്പോർട്ടും നമുക്ക് തരത്തില്ല, മനസ്സിലായി. അപ്പം ഗേൾസിന് ഒരു കുഴപ്പമുണ്ട്. അതായത് ഈ വാലിഡേഷൻ ഗേൾസ് നമ്മളോട് ഇങ്ങോട്ട് മെസ്സേജ് ഇടും, അവർ തന്നെ മെസ്സേജ് ഇട്ട് തുടങ്ങും, നമ്മൾ ഇങ്ങോട്ട് ഓഡിയോ കോൾ ചെയ്യും, എല്ലാം ചെയ്യും, ഓക്കെ. പക്ഷേ അടുത്ത ലെവലിലോട്ട് ഇവർ സപ്പോർട്ട് ചെയ്തില്ല, അടുത്ത ലെവൽ ഇവർ ചെയ്യത്തില്ല. എല്ലാം ഓക്കെയാണ്, എല്ലാം ഫൈൻ. അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും, എന്താടാ വിളിക്കാത്തത്, എന്താടാ മെസ്സേജ് ഇടാത്തത്, എന്താടാ കോൾ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ വീഡിയോ കോൾ ചെയ്യാൻ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യാനും സമ്മതിക്കുമായിരിക്കും. പക്ഷേ വീഡിയോ കോളിലോട്ട് ഒതുങ്ങിയേക്കും. അടുത്ത ലെവലിലോട്ട് പോകാൻ, അതായത് നമുക്ക് നേരിട്ട് കണ്ടാലോ എന്ന് ചോദിക്കുമ്പം ഇല്ലില്ല, അത് വരാൻ പറ്റത്തില്ല, അപ്പൂപ്പൻ്റെ കൂടെ ആലപ്പുഴ പോകണം, അമ്മമ്മയുടെ കൂടെ അംഗനവാടി പോകണം, അമ്മാവൻ്റെ കൂടെ അടക്കത്തിന് പോകണം, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായി. കാരണം ഒരു വാലിഡേഷൻ എന്തുവെന്ന് പറയാം. ഗേൾസിനൊരു കുഴപ്പമുണ്ട്. അതായത് ഈ വാലിഡേഷൻ ഗേൾസ് നല്ല ഹൈ വാല്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവൾ നല്ല സുന്ദരിയായിരിക്കും, അവൾക്കൊരു അഹങ്കാരം കാണും, ആരെയും വളയ്ക്കാൻ പറ്റുന്നു. പക്ഷേ ഒരു ഹൈ വാല്യൂ പയ്യൻ്റെ അടുത്ത് നിന്നപ്പം റിജക്റ്റ് അടിച്ച് കൈ കൊടുത്ത്. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ഇവൾക്ക് ലോ വാല്യൂ ആയിട്ട് ഫീൽ ചെയ്യുക, ഇവൾക്ക് എന്താണ്, ഇവൾ സുപ്പീരിയർ അല്ല, ഇവൾ ബെസ്റ്റ് അല്ല എന്നൊരു ഫീലാണ്. അപ്പോൾ ഇവൾക്ക് എന്ത് വേണം, നമുക്ക് ബെസ്റ്റ് അല്ലെന്നൊരു ഫീൽ കിട്ടിയാൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ബെസ്റ്റ് അല്ലെന്ന് ചിന്തിച്ചാൽ നമുക്ക് സന്തോഷം കാണും. നമുക്ക് ബെസ്റ്റ് ആണെന്ന് എപ്പോൾ തോന്നും അപ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബെസ്റ്റ് ആണെന്ന് തോന്നാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടുന്നതൊക്കെ ഇഷ്ടം, നമുക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പെണ്ണുങ്ങൾ നമ്മളെപ്പോലെ, അതായത് സാധാരണ ഒരാണിനെ എടുത്തിട്ട് സാധാരണ ഒരാണ് കോംപ്ലിമെൻ്റ് കൊടുക്കും, അല്ലെങ്കിൽ സാധാരണ ഒരാണ് വിളിക്കുമ്പോഴൊക്കെ അവളും തിരിച്ച് സംസാരിക്കും. എന്തിനു വേണ്ടി, അവൾക്ക് ബെസ്റ്റ് ആണെന്നൊരു ഫീൽ കിട്ടണം. അതായത് അവൾ വാല്യൂ ഉണ്ട്, അവൾ ഹൈ വാല്യൂ ആണ്, എൻ്റെ പുറകെ നടക്കാൻ ആണുണ്ട്, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ആണുണ്ട് എന്ന് അവൾക്ക് ഒരു സുഖം കിട്ടാൻ വേണ്ടി, അവൾക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ പറയും, എടി നിൻ്റെ ബണ്ണ് കൊള്ളാം, നിൻ്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം, നിൻ്റെ കണ്ണ് കൊള്ളാം. ഇത് കേൾക്കുമ്പോൾ ഇവൾക്കൊരു സുഖം, ആ സുഖത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കും. അതാണ് സത്യം. ഇതാണ് വാലിഡേഷൻ ഗേൾ. അതായത് വേറെ ഏതെങ്കിലും ഒരുത്തൻ കാണും, അവൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് അവളെ തന്നെ ഒരു താഴ്ന്ന ഇതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീലിങ്സ് മാറ്റാൻ വേണ്ടി അവൾക്ക് ഇച്ചിരി എന്താണ്, അവൾ കുറച്ച് വലിയ ആളാണെന്ന് അവൾക്ക് തന്നെ തോന്നാൻ വേണ്ടി അവൾ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ അടുത്ത് വന്നിട്ട് താല്പര്യത്തോടെ സംസാരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവൾക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കും, അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കും, അവൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത ലെവൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം കോൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ. അടുത്ത ലെവൽ എന്തോ, പുറത്ത് വരണം, മീറ്റ് ചെയ്യണം, പേഴ്സണലായിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം, ഒരുപാട് സംസാരിക്കണം, നമ്മളിപ്പം റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചു അതിലോട്ടൊന്നും പോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടെ തന്നെ കളഞ്ഞിട്ട് എസ്കേപ്പ് ആണോ, ഇല്ലെങ്കിൽ നമ്മുടെ ടൈമാണ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള പെണ്ണുങ്ങൾ ഒരിക്കലും നമുക്ക് മേലോട്ട് എടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മൾ എത്ര ഇത് പഠിച്ചാലും, മനസ്സിലായി, എത്ര ടാലൻ്റാന്ന് പറഞ്ഞാലും നമുക്ക് മേലോട്ട് എടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ കണ്ണിൽ നമ്മൾ ലോ വാല്യൂ, മനസ്സിലായി, നമ്മളിപ്പോഴും ലോ വാല്യൂ തന്നെ. അവർക്ക് എന്താ, ജസ്റ്റ് അവർക്കൊരു ഫീലിങ്സ് കിട്ടണം, അവർക്ക് സുന്ദരിയാണ്, അവർക്ക് ഭംഗിയുണ്ട്, അഴകുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അവളുടെ കണ്ണ് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരാൾ വേണം.